സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും കേരള തീരത്ത് നിലനിൽക്കുന്ന ശക്തമായ പടിഞ്ഞാറൻ കാറ്റിന്റെയും സ്വാധീന ഫലമായി ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതിന്റെ വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും മാനസയാണ് ചേരുന്നത്. മാനസ, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് ഇന്ന് നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. മഴ ഇല്ല, ഇന്നലെയും ചെറിയ ശമനം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ സാഹചര്യം എങ്ങനെയാണ്? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലൊന്നും മഴ മുന്നറിയിപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് 5 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ തന്നെയായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ ഒരു അവസ്ഥ. അധികമായി മഴ ലഭിച്ചില്ല, അല്ലെങ്കിൽ ശക്തമായ ഒരു മഴ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ നേരിയ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ രാത്രി സമയങ്ങളിൽ ചിലയിടങ്ങളിൽ മഴ പെയ്തതായാണ്, ജില്ലയിൽ തന്നെ ചിലയിടങ്ങളിൽ മഴ പെയ്തതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കാരണം കാലവർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതോടെ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കേരള തീരത്തിനകലെ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അറബിക്കടലിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഒപ്പം തെക്ക് പടിഞ്ഞാറൻ കാറ്റും കേരള തീരത്ത് നിലനിൽക്കൊള്ളുകയാണ്. ഇതിൻ്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വരുന്ന 7 ദിവസം ഇതിൻ്റെ സ്വാധീന ഫലമായി ശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ മഴ ഇപ്പോൾ കുറയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ജില്ലകളിൽ, ഇടുക്കി, കോട്ടയം പോലുള്ള ജില്ലകളിൽ രാത്രി മഴ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വേനൽ മഴ ലഭിച്ചപ്പോഴും ഈ മലയോര ജില്ലകളിൽ തന്നെയായിരുന്നു അതിശക്തമായ അല്ലെങ്കിൽ അതിതീവ്രമായ മഴ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും ഉച്ചവരെ യെല്ലോ മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ വൈകുന്നേരത്തോടെ അത് ഓറഞ്ച് അലർട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ജില്ലകളിൽ കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ തന്നിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിക്കേണ്ട സാഹചര്യമുണ്ട്. മഴ മാറി നിൽക്കുന്നു എന്ന് കരുതി ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെയും പ്രവർത്തന സജ്ജമാണ്. 24 മണിക്കൂർ പ്രവർത്തന സജ്ജമാണ്. ഒപ്പം തന്നെ കേരള തീരത്ത് ഇത്തരത്തിൽ ഒരു ചക്രവാത ചുഴിയും ഈ കാറ്റും നിലനിൽക്കുന്നതിനാൽ തന്നെ മത്സ്യബന്ധന വിലക്കും തുടരുകയാണ്. ഈ വേനൽ മഴയോടുകൂടി തന്നെ ഈ മത്സ്യബന്ധന വിലക്കിന് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് ഇതുവരെയും തുടരുകയാണ് എന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിലേക്ക് മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.